ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലക്ഷ്യത്തിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയർ 3:14 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ പലതവണ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും പ്രായമായ തടവുകാരെ കണ്ടുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്കായി ധാരാളം സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിലുള്ള പ്രായമായവരെ കർത്താവിനെ സ്തുതിക്കുന്നത് കാണുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അവർ തങ്ങളുടെ ഭൂതകാലത്തെ സന്തോഷത്തോടെ ഓർക്കുകയും സന്തോഷത്തോടെ അവരുടെ ഭാവിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഒരു തത്വചിന്തകൻ ഒരിക്കൽ കുറിച്ചു, ഓരോ സെക്കൻഡിലും ഞങ്ങൾ കാലത്തിന്റെ ചക്രത്തോടൊപ്പം കറങ്ങുകയും നമ്മുടെ ശവക്കുഴിയിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു മാസത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ ഒരു മാസം ഞങ്ങളുടെ അവസാന ദിവസത്തോട് അടുക്കുന്നു എന്നത് ശരിയാണ്. ഒരു വർഷാവസാനം ഞങ്ങൾ ഒരു വർഷം നമ്മുടെ മരണത്തിനും ശ്മശാനത്തിന്റെയും അടുത്താണെന്നും ഓർപ്പിക്കുന്നു. എന്നാൽ ഈ പ്രസ്താവന ശരിയല്ല. വാസ്തവത്തിൽ നാം ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും ദിവസവും മാസവും വർഷവും കർത്താവിന്റെ വരവിന്റെ ദിവസത്തോട് നാം കൂടുതൽ അടുക്കുന്നു. അവന്റെ സുവർണമുഖം കാണുന്ന മഹത്തായ ദിവസത്തിലേക്ക് ഞങ്ങൾ ഓടുകയാണ്. നാം സന്തോഷത്തോടെ അവനെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന ദിവസം, ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ക്രിസ്തുവിനെ പോലെ ആകുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവനിൽ നിന്ന് നമുക്ക് ജീവന്റെ കിരീടവും മഹത്വവും നശ്വരമായ കിരീടവും ലഭിക്കും. അതിനെക്കുറിച്ച് പരാമർശിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന്. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും എന്നാൽ പാപത്തിൽ തുടരുന്നവരും പോലും ശവക്കുഴിയിലേക്കല്ല, മറിച്ച് ന്യായവിധിയുടെ ദിവസത്തിലേക്കാണ് ഓടുന്നത്. അവർ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ശിക്ഷ ലഭിക്കും. അവരിൽ ചിലർ പാതാളത്തിലേക്കും ചിലർ നിത്യമായ ഇരുട്ടിലേക്കും ഓടുന്നു. കാൽവറി ക്രൂശിലൂടെ മരണത്തെ ജയിക്കാനുള്ള വഴി കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചു. അതിനാൽ പ്രായമാകുന്നതിനെ കുറിച്ച് നാം വിഷമിക്കേണ്ടതില്ല. മോശയ്ക്ക് 120 വയസ്സാകുമ്പോഴും അവൻ പുരോഗമിക്കുകയായിരുന്നു. വാർദ്ധക്യത്തിലും അദ്ദേഹം നെബോ പർവ്വതത്തിൽ എരിഹോയ്ക്ക് കുറുകെയുള്ളത് പിന്നെ പിസ്ഗയുടെ മുകളിലും കയറി. അവിടെ നിന്ന് അവൻ കനാൻ വരെ നോക്കി. അതെ, പാലും തേനും ഒഴുകുന്ന ദേശത്തെ അത് തന്റെ ജനങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തു. കർത്താവ് ഗിലെയാദിലെ എല്ലാ ദേശങ്ങളും എല്ലാ നഫ്തലി ദേശങ്ങളും എഫ്രീമിന്റെയും മനശ്ശയുടെയും ദേശങ്ങളും പടിഞ്ഞാറൻ കടൽ, തെക്ക് ഈന്തപ്പനകളുടെ നഗരമായ എരിഹോ താഴ്വരയിലെ സമതലം എന്നിങ്ങനെ എല്ലാ യഹൂദ ദേശങ്ങളും കാണിച്ചു തന്നു, സോർ വരെ. ഇത് ആവർത്തന പുസ്തകം 34 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. മരണസമയത്ത് പോലും അവന്റെ കണ്ണുകളിൽ മഹത്തായ ഒരു ദർശനമുണ്ടായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുകളിലും ഒരേ തരത്തിലുള്ള ദർശനം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കണ്ണുകൾ ദൂരെ നിന്ന് രാജാവിനെ നോക്കട്ടെ. നിത്യതയ്ക്കായി കാത്തിരിക്കുക. കനാനായി ക്രിസ്തുവേശുവിന്റെ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഉള്ള ലക്ഷ്യത്തിലേക്ക് ഓടുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ആവർത്തന പുസ്തകം 34 7 മോശെ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹം ബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെക്കരിയാവ് 5, 6, 7, 8 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 19 അധ്യായം. ആമേൻ.